വർഷത്തേക്കുള്ള 24-25 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത് നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറി ശ്രീ അഗർവാൾ, അദ്ദേഹത്തിൻ്റെ രവീന്ദ്ര അഗർവാൾ, ശ്രീ മിർ, അജിത് പട്ടീൽ, ഇബ്രാഹിം GST കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറി, എൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി, രണ്ടുപേരും ഞങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയാം. ഞാനിവിടെ പറഞ്ഞിരുന്നു. ഇവിടെ ഈ ബഡ്ജറ്റ് സംബന്ധിച്ച് നിങ്ങളെല്ലാം കേട്ടതാണ്. ബഡ്ജറ്റ് വളരെ വിശദമായി നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 24-25 നമ്മൾ നടപ്പിലാക്കേണ്ട പരിപാടികളുടെ ഒരു പൊതുരൂപമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പൊതുവായ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോഴും ഭരണപരമായി കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ വെച്ച് നോക്കുമ്പോഴും കേരളം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ, സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളുടെ ഇഷ്യൂ ഒക്കെ പറയുകയാണ്. ഞാനതിൻ്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും കേരളം ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറയുന്ന പോലല്ല ഇപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വലിയ തോതിലുള്ള സാമ്പത്തികമായ പരിഗണന, ന്യായമായത് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുകയാണ്. അത് ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് പോകുന്നത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ കിട്ടാനുള്ളതിൻ്റെ നല്ലൊരു ഭാഗം പണവും കിട്ടാതെ പ്രവർത്തിക്കുമ്പോൾ കേരളം, ഞാൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ, തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റിൻ്റെ ആദ്യ ഭാഗത്തിൽ പൊതുവെ പറഞ്ഞേക്കുന്നത് ഈ പൊതു സാഹചര്യങ്ങളും കേരളത്തിൽ വന്നിട്ടുള്ള നേട്ടങ്ങളും, അതോടൊപ്പം ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുക, അതിനുള്ള ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനകത്ത് ടാക്സിൻ്റെ രംഗത്തൊക്കെ നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളെപ്പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. വരുമാന വർധനവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഒരു കണക്കിൻ്റെ കാര്യത്തിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമുക്ക് 100 രൂപയിൽ 71 രൂപയും എന്ന് പറഞ്ഞിട്ട് കണക്കിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 100 രൂപ 79 രൂപ 100 രൂപ ആകെ കേരളം തനത് നികുതി വരുമാനപ്പെടുത്തിയെടുക്കുമ്പോൾ 79 രൂപ കേരളവും ബാക്കി 21 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. അതേസമയം ഈ കാര്യം ഇന്ത്യയിലെ ശരാശരി ഒരു 50 രൂപയാണ്. ഉത്തർപ്രദേശിൽ 46 രൂപ കിട്ടുന്നുണ്ട്, ബീഹാറിന് 70 രൂപ കിട്ടുന്നുണ്ട്. ഇങ്ങനെ സ്റ്റേറ്റുകളുടെ കണക്കുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളാരും വെച്ച കണക്കല്ല, റിസർവ് ബാങ്കിൻ്റെ കണക്കാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വരുമാനം കുറയുന്നു. ഇങ്ങനെ വരുമാനം എല്ലാം കുറയുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് 10,000-കണക്കിന് ആൾക്ക് ജോലി കിട്ടുന്ന, ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപം വരുന്ന പദ്ധതിയാണ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞ അടുത്ത 3 വർഷത്തിനകം ഒരു 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വരണം എന്നുള്ള കാര്യം വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങളും 3 ലക്ഷം കോടിയുടെ നിക്ഷേപം വരുമോ? അത് ഇച്ചിരി അതിശയോക്തിയാണെന്ന് വേണം ചിന്തിക്കാം. ചിന്തിക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഹൈഡ്രജൻ ഹബ്ബ് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചുള്ള 10-25,000 കോടി രൂപയുടെ അവിടെ വരാൻ പോകുന്നുള്ളത് നിങ്ങൾ വായിച്ചു കാണും. ഇപ്പോൾ തന്നെ അതൊക്കെ ഏകദേശം വരുന്ന കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട്. വിഴിഞ്ഞം മാത്രമല്ല, ടൂറിസം മേഖലയിൽ 10,000 ഹോട്ടൽ റൂമുകളെങ്കിലും അടുത്ത വർഷങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഡിമാൻഡുകളുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ഡെവലപ്മെൻറ്റ് വരാവുന്നതിനുണ്ട്. അതിപ്പോൾ വിഴിഞ്ഞം നേരത്തെ തന്നെ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ തുടങ്ങിയതും ചെയ്തതും ഇടതുപക്ഷം മുന്നിൽ ഗവൺമെൻറ്റാണ്. ഈ മെയ് മാസത്തിൽ കൊമേഴ്സ്യലി ആദ്യത്തെ ഷിപ്പ് വരും. അപ്പോൾ അവിടത്തേക്ക് വരുന്ന കാര്യങ്ങളെപ്പറ്റി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യവസായ സാധ്യത പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈനയിലെ ഏറ്റവും കൂടുതൽ ചൈനയെ ശ്വാസം മുട്ടിക്കുന്ന ഘട്ടത്തിലാണ് 70കളുടെ അവസാനം 80കളുടെ ആദ്യം ചൈനയിലെ പ്രത്യേക എക്കണോമിക് ഡെവലപ്മെൻറ്റ് സോഴ്സ്. നമ്മുടെ സംസ്ഥാനമാണ്, രാജ്യമല്ല. പക്ഷേ നമുക്ക് വിഴിഞ്ഞം വന്ന പശ്ചാത്തലത്തിൽ അത്തരം ഡെവലപ്മെൻറ്റിന് ഒത്തിരി സാധ്യതയുണ്ട്. ആ സാധ്യതകൾ നമ്മൾ യഥേഷ്ടം നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റോടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ തന്നെ അതിനകത്ത് കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കുറേ കാഴ്ചപ്പാടുകൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിനുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് ഒരു എക്കണോമി രാജ്യത്താകെ ഒരു ചെറിയൊരു മന്ദതയിലേക്ക് പോവാണ്.
കേരളത്തിലിപ്പം കഴിഞ്ഞ എക്കണോമിക് സർവേ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ കേരളത്തിലും നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രൈസിൽ 10-12% പിന്നെ അല്ലാതെ 6.6 ഉണ്ട്. അല്ല കറണ്ട് പ്രൈസിൽ മറ്റേ കോൺസ്റ്റൻറ്റ് പ്രൈസിൽ 6.6 ഉണ്ട്. പക്ഷേ പൊതുവിലൊരു സാമ്പത്തിക രംഗത്തൊരു മരവിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ മരവിപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് കൂടുതൽ ചിലവുണ്ടാവണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൊതുമേഖലയിൽ പ്രൈവറ്റ് മേഖലയിൽ. അതിന് കുറച്ച് കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ലൈഫിൻ്റെ രംഗത്ത് അടുത്ത 2 വർഷം കൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഇപ്പം സർക്കാർ വെക്കുന്ന ബഡ്ജറ്റിൻ്റെ പണമുണ്ട്. ഇതല്ലാതെ തന്നെ ഒരു ദീർഘകാലത്തേക്ക് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്ന പഞ്ചായത്തും ഗവൺമെൻറ്റും എല്ലാം കൂടെ ചേർന്നൊരു സ്കീം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. 10,000 കോടിയുടെ നിർമ്മാണം 2 വർഷം കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ എക്കോണമി നല്ലൊരു ബൂസ്റ്റ് വരും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 1000 കോടി രൂപയുടെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു എക്കണോമിയിലെ ഈ പിന്നെ കൂടുതൽ തൊഴിൽ വരാനും എല്ലാ മേഖലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്കണോമിക്കകത്ത് സജീവത വരാൻ വേണ്ടിയിട്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്ന പ്രപ്പോസൽസിൽ ഒരു 1000 കോടി രൂപയുടെ കാര്യം പറഞ്ഞു. ഇതുകൂടാതെ ഒരു 1,500 കോടി സാധാരണ പറയുന്നല്ല, ഒരു 1,600 കോടി രൂപയുടെ വേറെ പണം മാറ്റി വെച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ഡലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ ഒരു 10,350 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും. 5,000 കോടി രൂപയെങ്കിലും വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാപ്പക്സ്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട കാപ്പക്സ് നമുക്ക് കിട്ടാവുന്നതാണ്. ആ കാപ്പക്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ള പരിപാടി ഇടുന്നുണ്ട്.